അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയധികം മഹബത്തായിരുന്നു. ഇന്നി ഉഹിബ്ബുക യാ മുആദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ആ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ലോകത്തുള്ളവരെല്ലാവരും കൂടി ചേർന്ന് നമുക്കൊരു സഹായം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ ഇല്ലാ ബി ഖലാ ഇല്ല, അള്ളാഹുവിൻ്റെ ഖലാ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലോകത്തുള്ളവരെല്ലാം കൂടി ചേർന്ന് നമ്മളെ ഉപദ്രവിക്കാനും ഉദ്ദേശിച്ചാലും അതും അള്ളാഹുവിൻ്റെ ഖലാ ഉണ്ടെങ്കിൽ മാത്രമേ അത് അവിടെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ഖൈറിഹി വശർറിഹി മിനല്ലാഹി തആല, ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്ന് വരുന്നതാണെന്ന് നാം വിശ്വസിക്കുക. അങ്ങനെ നാം അത്തിഉല്ലാഹ വ റസൂലഹു, അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചതായ രീതിയിൽ വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം തവക്കുൽതു അലല്ലാഹ്, അള്ളാഹുവിൽ നാം തവക്കുലാക്കി നാം ജീവിക്കുവാനും ലില്ലാ, അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും ആമൻതു ബില്ലാ, അള്ളാഹുവിനെ കൊണ്ട് നാം വിശ്വസിക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, എല്ലാവരും സ്വർഗത്തിലാണ് ഇല്ലാ മൻ അബ, സ്വർഗം വേണ്ടെന്ന് വെച്ചവർ ഒഴികെ. മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സ്വർഗവാസികളിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.